ഞാൻ ചെയ്തു തരും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുറപ്പാട് 33:17. പുറപ്പാട് 33:17. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു. നിന്നെ എനിക്ക് നന്നായി അറിയാം. എപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇതൊരു സർട്ടിഫിക്കറ്റ്, ദൈവം കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. ഒരു സർട്ടിഫിക്കറ്റിൽ കൊടുത്തിട്ട് പറയും എന്താണ്, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൽ നമുക്ക് നേടാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സംഭവം എന്താണ്? കൃപയാണ്. അതാണ് പ്രീതി എന്ന് പറഞ്ഞു, പ്രസാദം. നീ എൻ്റെ പ്രസാദം നേടിയിരിക്കുന്നു. കാര്യം എന്താണ്? എനിക്ക് നിന്നെ നന്നായി അറിയാം. അതാണ് വിഷയം. നന്നായി അറിയാമെന്ന് പറഞ്ഞത് ഈ മോസസും അഹ്റോനും തമ്മിലുള്ള, മോസസിൻ്റെ വൈഫും മോസസുമായിട്ട് തമ്മിൽ ഈ മോസസിൻ്റെ അടുത്ത് ഒത്തിരി ആൾക്കാർ വരികയും അങ്ങേരുടെ സമയം മുഴുവനും ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയും കുടുംബത്തിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ നീ ഇതിനകത്ത് വലിയ കേമത്തൊന്നും കാണിക്കേണ്ട കാര്യം, ഇങ്ങനെ മനുഷ്യരെ കൈകാര്യം ചെയ്യാനൊക്കെ എനിക്കും അറിയാമെന്നൊക്കെ പറഞ്ഞ് ഈ മോസസിൻ്റെ വൈഫ് ഭയങ്കര ശണ്ട ഉണ്ടാക്കി. അതിൻ്റെ അകത്ത് ആ ജത്രോയുടെയും ഒക്കെ സപ്പോർട്ടുണ്ട്, ബാക്ക് സപ്പോർട്ടുണ്ട് ഈ അമ്മായിയപ്പൻ്റെയൊക്കെ. അപ്പം ഇങ്ങനെ ചില സമയത്ത് കുടുംബത്തിൽ തന്നെ മോസസ് ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകും. പിന്നെ പബ്ലിക്കായിട്ടും താൻ ആർക്ക് വേണ്ടിയാണ് നിന്നത് ആ ജനത മോസസിനെ ഇങ്ങനെ, അവർക്ക് വിശപ്പും പട്ടിണിയൊക്കെ വന്നപ്പോൾ അത് മോസസ് ഇങ്ങനെ വഴി നടത്തുന്നത് തെറ്റായതുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ജനങ്ങളെല്ലാം ഇവനെതിരെ നിൽക്കും. ജനങ്ങളെല്ലാം മോസസിനെതിരെ നിൽക്കും. പക്ഷേ ദൈവത്തിൻ്റെ ഒരു വഴികളിലൂടെ മോസസിന് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ജനങ്ങളിൽ നിന്ന് ചവിട്ടും കുത്തുമൊക്കെ മേടിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. അതിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ ഇടയ്ക്ക് ഈ കാണ്ട് മോസസിലും കാണിച്ചിട്ടില്ല. അതാണ് മോസസിൻ്റെ ഒരു വിജയം. നിങ്ങളെപ്പോഴും നന്നായി ശ്രദ്ധിക്കണം. നിങ്ങൾ സഹിച്ച സഹനങ്ങളൊക്കെ ഞാൻ അങ്ങനെ സഹിച്ചു ഇങ്ങനെ സഹിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സഹനത്തിൻ്റെ കാണ്ട് ദൈവത്തെ കാണിച്ച് വരട്ടരുത്. അത് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ കാര്യവും ദൈവത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് നമ്മൾ ക്ലെയിം ഉണ്ടാക്കരുത്. മോസസിൻ്റെ സഹനങ്ങളെക്കുറിച്ച് എടുത്ത് ജനങ്ങൾ മോസസിനെ വെറുക്കണതും ഉപദ്രവിക്കുന്നതായിട്ട് ഭാഗങ്ങൾ അത് കേൾക്കേണ്ടതാണ് നിങ്ങളെ. അപ്പോൾ ഒരിക്കലും മോസസ് കംപ്ലൈൻറ്റ് ചെയ്യത്തില്ല. എന്നിട്ട് പറയും മോസസിനെ പോലെ സൗമ്യനായിട്ട് ആരും ഇല്ലായിരുന്നു എന്നൊക്കെ പറയും ബൈബിൾ അങ്ങനെ ആർക്കും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ല. പക്ഷേ എന്നാലും മോസസിന് ഭയങ്കരമായി മോസസ് പറയും ഭൂമിയിൽ മോസസിനെ പോലെ സൗമ്യനായിട്ട് ആരും ഇല്ലാഞ്ഞെന്നൊക്കെ പറയും. അപ്പം വ്യക്തിപരമായിട്ട് ഇയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കരമാണ്. ജനങ്ങൾ ചവിട്ടിക്കൂട്ടുമ്പോഴും വീട്ടിൽ തികത്തുമ്പോഴും പൊള്ളുമ്പോഴും ഈ മനുഷ്യൻ പൊള്ളുന്ന കാര്യമോ ജനങ്ങളെ മുറിപ്പെടുത്തിയ കാര്യമോ ദൈവത്തോട് പറയത്തില്ല. എന്നിട്ട് ചിരിച്ചതുപോലെ തന്നെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു തീർക്കും. അതാണ് പറയണത്, അവനെപ്പോലെ സൗമ്യൻ ആരും ഇല്ലെന്ന്. സൗമ്യത എന്ന് പറയണത് എന്താണെന്ന് ചോദിച്ചാൽ മോസസ് കാണിച്ചതാണ് സൗമ്യത. നമ്മൾ പറയണത് എന്താണ് സൗമ്യത എന്ന് വെച്ചാൽ, മോസസ് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് ഈ ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ഒരു നിലപാടാണ്. അത് പഴയ നിയമത്തിൻ്റെ ഏറ്റവും വലിയ ഭാവം മോസസാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ചോദിക്കട്ടെ. ഹല്ലേലൂയ, സംഖ്യ പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. സംഖ്യ 12:1. മോശയുടെ ഭാര്യയായ കുഷ്യസ്ത്രീയെ പ്രതി മിരിയാമും അഹറോനും അവനെതിരായി സംസാരിച്ചു. കർത്താവ് മോശ വഴി മാത്രമാണോ സംസാരിച്ചിട്ടുള്ളത്? ഞങ്ങളിലൂടെയും സംസാരിച്ചിട്ടില്ലേ എന്ന് അവർ ചോദിച്ചു. കർത്താവ് അത് കേട്ടു. മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. അതിന്റെ വിഷയം കറുത്ത, അതായത് മോസസിന്റെ പാളയത്തിൽ പടയാണ്. ഭാര്യയും ബന്ധുക്കളും വീട്ടിലുള്ള ആൾക്കാരും എല്ലാം മോസസിനെതിരെ വരികയാണ്. എന്നിട്ട് ഇവരുടെ വർത്തമാനങ്ങളെല്ലാം, പക്ഷെ മോസസ് ദൈവത്തോട് പറയത്തില്ല, എനിക്ക് വീട്ടിൽ പ്രശ്നമാണെന്നുള്ള കാര്യം പറയത്തില്ല.
ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കണ്ണ് നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ചിരിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് വിഷയം. കണ്ണ് നിറഞ്ഞിരിക്കുമ്പോഴും ശരീരം വേദനിച്ചിരിക്കുമ്പോഴും സൗമ്യത കൈവിടാതെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ദൈവത്തിന് മോസസിനെ കുറിച്ച് വീട്ടിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും മോസസ് ദൈവത്തോട് പറയത്തില്ല. പക്ഷേ വചനം എന്താ പറയണത്? മോസസ് പറഞ്ഞില്ലെങ്കിലും കർത്താവ് അത് കേട്ടെന്നാണ്. അതാണ് വിഷയം. അപ്പം നമ്മൾ ഒത്തിരി പറയാൻ നടക്കരുത്. പെയ്ത് പെറുക്കി നമ്മളെപ്പോഴും ഓർത്തേക്കണം, നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടിയും വിശ്വാസത്തിന് വേണ്ടിയും ഒക്കെ അനുഭവിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ പത്രം കൊണ്ടുപോകുമ്പോൾ നിങ്ങളെ അവർ തെറി വിളിക്കും, തോന്നിവാസം പറയും. വീട്ടിൽ തന്നെ ആങ്ങളെ പറയും, നിനക്ക് തലക്ക് ഭ്രാന്താണ്, 10 രൂപ ബെറ്റ് നടക്കുകയാണ്, വേറെ പണിയൊന്നും ഇല്ലെന്ന്. അപ്പം നിങ്ങളുടനെ അവിടെ കഴുത്തേക്ക് കയറാൻ നിൽക്കുകയോ വിശ്വാസത്തിന് വേണ്ടി നീ സഹിച്ച സഹനങ്ങളിൽ കർത്താവിൻ്റെ അടുത്ത് അത് ബാർഗെയിൻ ചെയ്ത് ക്ലെയിം ആക്കുകയോ ഒന്നും ചെയ്യരുത്. അല്ല, ആ കാണേണ്ട പാട്ടിൽ കാണുകയും അക്കൗണ്ട് ആകേണ്ട ഫലത്തെ അക്കൗണ്ട് ആകുകയും ചെയ്യുന്നുണ്ട്. മോസസിനെ കണ്ടാൽ പഠിക്കേണ്ടത്. പ്രത്യേകിച്ച് സഹനങ്ങളെക്കുറിച്ച് അത് ഷെയർ ചെയ്യാനുള്ളതല്ല എന്നാണ് വചനത്തിൻ്റെ ഒരു നിലപാട്. ദൈവത്തിന് വേണ്ടി ഏറ്റെടുക്കുന്ന സഹനങ്ങൾ അത് ഷെയർ ചെയ്യാനുള്ളതല്ലെന്ന് മനസ്സിലായ? അതാണ് അമ്മയും അങ്ങനെയാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന് അവർ തന്നോട് തന്നെ പറഞ്ഞതാണ്, അല്ലാതെ നാട്ടുകാരോട് പറഞ്ഞതല്ല വിഷയം. നമ്മുടെ പല ഈ ഇന്ധന ചോർച്ചയും സംഭവിക്കുന്നത് അങ്ങനെയാണ്. പ്രസാദപര ചോർച്ച സംഭവിക്കുന്നത് നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ നാട്ടുകാരോട് പറയും, വീട്ടുകാരോട് പറയും. പക്ഷേ ദൈവത്തിന് വേണ്ടി സഹിച്ച കാര്യങ്ങളാ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടി നമ്മൾ സഹിച്ച കാര്യങ്ങളാ, എനിക്കങ്ങനെ സംഭവിച്ചു, എന്നോട് അങ്ങനെ ചെയ്തു, അവരിങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോണത് ഇന്ധനച്ചോർച്ച വരും. വിമാനങ്ങൾക്ക് ഇന്ധനച്ചോർച്ച എന്ന് പറയത്തില്ലേ, നിലത്തിറക്കിയെന്ന് പറഞ്ഞിട്ടില്ലേ? അതാണ് സംഭവിക്കുന്നത്. വിമാനങ്ങൾക്ക് ഇന്ധനച്ചോർച്ച വന്നാൽ നിലത്തിറക്കിയെന്ന് കണ്ട വിമാനത്താവളത്ത് ഇറക്കേണ്ടി വരും. മനസ്സിലായി? അതുപോലെയാണ് നമ്മൾക്ക് ഇന്ധനച്ചോർച്ച, കൃപാവര ചോർച്ച സംഭവിക്കരുത്. കൃപാവര ചോർച്ച സംഭവിക്കുകയാണത്. അപ്പം നമ്മൾ ദൈവത്തിന് വേണ്ടി സഹിച്ച സഹനങ്ങളൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞ് അവരുടെ ഒരു സഹായ അനുഭൂതി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇന്ധനച്ചോർച്ച ചെയ്യും. പരിശുദ്ധാത്മാവ് അമ്മയോട് പറഞ്ഞ ഒരു കാര്യം, മറിയം സൂക്ഷിക്കണം, ഇതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒരു മേഖലയിലൂടെയാണ് നിൻ്റെ സുവിശേഷ സാക്ഷ്യം പോകണത്. അതുകൊണ്ട് നിനക്ക് ആരും ഇല്ലാത്തപ്പോൾ ഇത് പറഞ്ഞെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടും. അങ്ങനെ ഉള്ളപ്പോൾ നീ അപ്പായോടല്ലാതെ വേറെ ആരോടും പറയരുത്. കാര്യം അപ്പായാണ് ഹൃദയത്തിലുള്ളത്. അതുകൊണ്ടാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന് പറയണത്. അപ്പായോട് പറഞ്ഞെന്നാണ് ഈ പറയണത്. മറിയം ആ സങ്കടങ്ങൾ ദൈവത്തോട് പറഞ്ഞു, അതിനാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന് പറയണത്. നാട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സഹാനുഭൂതി നിനക്ക് കിട്ടത്തില്ലേ? അതാ അപ്പം പ്രസാദപരം ചോർന്നു പോകും. അതാ ഇന്ധനം ചോർച്ചയെന്ന് പറയണത്. അപ്പോൾ കണ്ട സ്ഥലത്ത് ഇറക്കേണ്ടി വരും, യാത്ര മുന്നോട്ട് പോകത്തില്ല. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനം പാലിക്കാൻ, സുവിശേഷ സാക്ഷ്യത്തിനായി ഞാൻ ഏറ്റെടുക്കുന്ന സഹനങ്ങള് നിന്നോടുള്ള സ്നേഹത്തിന്റെ വിഷയമായതിനാൽ നിന്നോട് മാത്രം ഷെയർ ചെയ്യാൻ പരിശുദ്ധ അമ്മയെപ്പോലെ എന്നെ അഭ്യസിപ്പിക്കണമേ. അതായത് ഇപ്പം ഈശോ ഒരിക്കൽ പറഞ്ഞില്ലേ, ഈശോ എന്താ പറഞ്ഞേ? അതായത് സ്നേഹിതന് വേണ്ടി അല്ലേ, 15:13 എടുത്ത് യോഹന്നാൻ 15:13 ശ്രുതികട്ടെ. ഹല്ലേലൂയ, യോഹന്നാൻ 15:13 സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. ഇത് ഈശോ ചുമ്മാ അതായത് വേറെ ഒരു കാര്യമായിട്ട് നിന്ന് ഇപ്പം നമുക്ക് ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഈ നല്ല സമറിയക്കാരനെ ആ കഥ നിങ്ങൾക്ക് അറിയാവില്ല, ലുക്ക 10 അധ്യായത്തിലുള്ള 10-ാം അധ്യായത്തിലുള്ള ആ കഥയിൽ എന്താ പറയണത്? നല്ല സമറിയക്കാരൻ അയാൾ ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുന്ന വഴിക്ക് കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അതിനെ മൃതപ്രായനാക്കി പൈസ അടിച്ചു മാറ്റി. അപ്പോൾ ഒരു സമറിയക്കാരൻ വന്ന് ഇയാളെ എണ്ണയും വീഞ്ഞ് ഒഴിച്ച് വ്രണങ്ങളെല്ലാം കഴുകി
കഴുതപ്പുറത്ത് കയറ്റി സത്രത്തിൽ കൊണ്ടുപോയി പരിചരിച്ചതാണ് സഭ. അപ്പോൾ അതിൻ്റെ കൂടെ പറയാൻ പറ്റുന്നൊരു കഥയാണ് സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലികരിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് വേണേൽ പറയാം. അവിടെ അത് പറയാനായിട്ടില്ല. എന്നാലും ആ ഒരു സിറ്റുവേഷനിൽ പറയാൻ പറ്റിയൊരു വാചകമാണ്. കാര്യം സ്നേഹത്തെക്കുറിച്ചാണ് ഈശോ സംസാരിക്കേണ്ടത്. പക്ഷേ ഈശോയുടെ ഉള്ളിൽ നടക്കുന്ന ആന്തരിക വ്യാപാരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ആന്തരിക വ്യാപാരം പുറത്ത് നടന്നൊരു സംഭവത്തിൻ്റെ ഭാഗമായിട്ടല്ല ഈ 15 ഒന്നൊരു വായിച്ച്, അതിൻ്റെ മുകളിലും താഴെ ഒന്ന് വായിച്ച് 15, 12, 15, 14 ഒന്ന് വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യോഹന്നാൻ 15:12 മുതലുള്ള തിരുവചനങ്ങൾ. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഇനി പറയണ 15-13 പറയണ എന്താണ്? സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇതിന്റെ വിഷയം എന്ന് പറയണത്, നമ്മൾ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടതിന്റെ പിന്നിലെ എന്താണ് അതിൻ്റെ സത്യം എന്താണെന്ന് ഈശോ പറയാം. അതാണ് എന്താണ്? നിങ്ങൾ എൻ്റെ കൽപ്പനകൾ വായിച്ച് 15-12 വായിച്ച്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? അതായത് 2 കാര്യങ്ങളാണ്. അറിവിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയുണ്ട്, അനുഭവത്തിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയുണ്ട്. ഈ അറിവിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോയിൻ്റ് മിസ് ചെയ്യരുത് നിങ്ങൾ. അറിവിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയിൽ എന്താ ഉള്ളത്? അതായത് ഈശോ നമ്മളെ ഈശോ പറഞ്ഞു നോക്കണത് എന്താണ്? ഞാനിങ്ങനെ ക്രൂശിക്കപ്പെടാനുള്ള കാരണവും നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യാനുള്ള കാരണത്തിൻ്റെ എന്താ കാരണം? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അതാണ് വിഷയം. അപ്പോഴേ നമ്മളെ ഉടമ്പടിയിലൂടെ നേടിയെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? സ്നേഹമാണ്. ശരിക്കും പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആരോടുള്ള സ്നേഹം? ഈശോ നമ്മളെ സ്നേഹിക്കുന്ന കാരണം എന്താ? ഈശോ നമ്മളെ സ്നേഹിക്കാനുള്ള കാരണം പിതാവ് ഈശോനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അതാണ് എൻ്റെ അത് റെക്കറ്റ്. അതായത് അത് അറിയണമെങ്കിലുണ്ടല്ലോ, നിങ്ങൾ 10-17 എടുത്തേ. അതായത് യോഹന്നാന്റെ 10-17. തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. പിതാവ് എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഈശോ അനുഭവിച്ച ഒരു അനുഭവം. നിങ്ങൾ എന്ത് IELTS പാസ്സായാലും, ജപ്തി നടപടി മാറിയാലും, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഉണ്ടായാലും, നിങ്ങൾ കല്യാണം കഴിച്ചാലും, നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയണത് ദൈവത്തെ ലക്ഷ്യമായിട്ട് സിംഗിളായിരിക്കണം. നിങ്ങൾക്ക് പലപ്പോഴും ഈ വസ്തുവകളിൽ നേടിക്കഴിയുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം അതിനകത്ത് തീരും. പറഞ്ഞു മനസ്സിലായില്ലേ? അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഒരു അബദ്ധം, അവിടെ നിയോഗങ്ങളാണ് അവിടെ ലക്ഷ്യം. പക്ഷേ ദൈവത്തിൻ്റെ ലക്ഷ്യം നിങ്ങളുടെ നിയോഗമല്ല. ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താ? അതായത് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഉടമ്പടിയുടെ എന്തിനാണ് ഉടമ്പടി എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെന്ന് പറയണം? നിങ്ങൾ എന്തെന്ന് പറയണം? ദൈവത്തെ. അതാണ് വിഷയം. അതാണ് ലക്ഷ്യം സിംഗിളാകണത്. അതായത് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് സിംഗിളായിരിക്കണം. രണ്ടായിട്ട്. ഇപ്പോൾ ചില ആൾക്കാർ കാണത്തില്ലേ, ചില ആൾക്കാർ എൻ്റെ കണ്ണെ തൊട്ടൊന്ന് പ്രാർത്ഥിച്ച്, എന്ത് പറ്റി? എനിക്ക് ഡബിൾ വിഷനാണെന്ന്. ഒരാളെ 2ആയിട്ട് കാണുമെന്ന്, ഒരാളെ 2ആയിട്ട് കാണും. അതാണ് ഡബിൾ വിഷൻ. അപ്പോൾ അതുപോലെ നമ്മൾ ഈ 2ആയിട്ട് കാണരുത്. നിങ്ങളെ ലക്ഷ്യം, നിങ്ങളുടെ നിയോഗത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന്, അതിനാണ് ഈ അമിത പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ ദൈവം അതിന് അമിത പ്രാധാന്യം കൊടുക്കുന്ന കാഴ്ചപ്പാടല്ല. പിന്നെന്താണ് ഈ 10-17 സംഭവിക്കുന്നത്? കാര്യം ഒന്ന് വായിച്ചേ. 10-17. തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. അപ്പം പിതാവ് നമ്മളെ സ്നേഹിക്കുന്ന ഒരു വീക്ഷണ കോണുണ്ട്.
പിതാവ് നമ്മളെ സ്നേഹിക്കണം. അതെന്താണ്? അതായത് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്ന കൊണ്ടാണ് പിതാവ് എന്നെ സ്നേഹിക്കുന്നത്. അപ്പം നമ്മൾ ദൈവത്തെ പ്രതി സ്നേഹിക്കുന്നൊരു വ്യക്തിയായാൽ എന്തു ചെയ്യാൻ പറ്റും? നമ്മൾ ദൈവത്തെ പ്രതി മനുഷ്യരെയും ദൈവത്തിന് മനുഷ്യരുടെ മുമ്പിലെ ഒരു വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി ദൈവത്തോടെ സ്നേഹത്തെ പ്രതി നമ്മൾ സാക്ഷ്യം വഹിച്ച് ജീവിക്കുന്നൊരു വ്യക്തിയായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് പിതാവ് നമ്മളെ സ്നേഹിക്കും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ നിയോഗങ്ങൾ ഓക്കെയാണ്. പക്ഷേ നിയോഗങ്ങളെ നിങ്ങൾ ഉടമ്പടി വെക്കുമ്പോഴും ഈ നിയോഗങ്ങൾ ശരിക്കും, അതായത് പുള്ളിങ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. അതായത് വണ്ടി വലിക്കണില്ല എന്ന് പറയത്തില്ലേ? ഇപ്പോൾ ചില വണ്ടിയൊക്കെ ആയിരിക്കുമ്പോൾ പറയല്ല. ഞാൻ വണ്ടി മാറി കയറുമ്പോൾ ഞാൻ പറയും ഈ വണ്ടി വലിക്കണില്ലല്ലോ എന്ന് പറയും. അതിന് പുള്ളിങ് ഇല്ലെന്ന് പറയും. എൻജിൻ ഈ സാധനം വലിക്കണില്ല, ഭയങ്കര നമ്മൾ ഏതാണ്ട് ഇങ്ങനെ ലാഗ് ചെയ്യണ പോലെ തോന്നും. ഉടമ്പടി ലാഗിങ് വരുന്നുണ്ട് ചില ആൾക്കാർക്കെങ്കിലും. ഉടമ്പടി വല്ലാതെ രീതിയിൽ താമസിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം നിയോഗങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുത്തിട്ട് അങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ 10-17 ഇതിൻ്റെ ഒരു ഫോർമുല കിടക്കുന്നത്. എന്താണ്? പിതാവ് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ സമർപ്പിക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ സമർപ്പിക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. അപ്പം പിതാവ് എന്നെ സ്നേഹിക്കുന്ന ഒരു ഗ്രൗണ്ടേ ഉള്ളൂ. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പിതാവ് നമ്മളെ സ്നേഹിക്കാൻ, ദൈവം നമ്മളെ സ്നേഹിക്കാൻ ബൈബിളിൽ ഒരു സിംഗിൾ ഗ്രൗണ്ടേ ഉള്ളൂ. ക്രിസ്തുവിന് പോലും അതേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ്? തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. കർത്താവിന് വേണ്ടിയും വചനത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ കഷ്ടപ്പെട്ടും തെരുകേട്ടും തന്തക്കുവിളി കേട്ടും കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചാൽ മാത്രമേ ഈ ഇങ്ങോട്ടുള്ള പിടുത്തം വരത്തുള്ളൂ. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു അതായത് നിഗൂഢമായ പോയിൻ്റ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ജർമ്മനി പോകണം എന്ന് പറഞ്ഞ് മാത്രം ഇരുന്നാൽ ഈ സാധനം വളരെ സ്ലോ ആയിരിക്കും, പുള്ളി കിട്ടത്തില്ല. മറിച്ച് സുവിശേഷത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കണം എന്ന് പറഞ്ഞിരുന്നാൽ ഈ സാധനം മൂവാകും. നമ്മുടെ ഈ സമീപനത്തിന് വരുന്ന പ്രശ്നമാണ്. ഉടമ്പടി പക്കയാണ്, പക്ഷേ അത് കയറി ആവശ്യമില്ലാത്തൊരു കയറി ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതാണ് കുഴപ്പം. ആവശ്യമില്ലാത്തവരെന്ന് പറഞ്ഞാൽ എന്താണ്? വയറ്റിപ്പഴുപ്പ് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർക്ക് ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുമൊക്കെ ഉള്ളതെല്ലാം അറിയേണ്ടത്. അവർക്ക് എങ്ങനെയെങ്കിലും കാര്യം സാധിച്ചാൽ മതി എന്നുള്ള ചിന്ത വന്നാൽ ഉടമ്പടി സ്ലോ ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എന്റെ നിയോഗങ്ങളെക്കാൾ അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നത് സാക്ഷ്യം വഹിക്കുന്നത് നിയോഗമാക്കിക്കൊണ്ട് ഉടമ്പടിയെ ലക്ഷ്യങ്ങളെ ത്വരിതപ്പെടുത്തുവാൻ എന്നെ പഠിപ്പിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. വാഗ്ദാനം
അതായത് ദൈവത്തിന് വേണ്ടി സാക്ഷ്യം വഹിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ളതിന് പ്രാധാന്യം കിട്ടിയാൽ ഉടമ്പടി ഓട്ടോമാറ്റിക്കലി ലിഫ്റ്റ് ചെയ്യും. എബിൻ്റെ സാക്ഷ്യം കുറിച്ച് ചെയ്യുന്ന ചങ്ങനാശ്ശേരി. ഇപ്പോൾ എബിൻ എന്ന് പറയുന്നത് എബവ് ആവറേജ് കാത്തലിക്കാണ്. കുടുംബ പ്രാർത്ഥനയുണ്ട്, കുമ്പസാരമുണ്ട്, കൗദാശ ജീവിതമുണ്ട്, പള്ളിപ്രവർത്തനങ്ങളുണ്ട്, എല്ലാം ഉള്ളൊരാളാണ്. അപ്പോൾ ഈ ഉടമ്പടിയെക്കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ പെട്ടെന്നൊരു ആകർഷണം തോന്നിയില്ല. കാര്യം എന്ന് വെച്ചാൽ പുള്ളി സെൽഫ് കണ്ടൻറ്റഡാണ്. കാര്യം ഞാൻ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്, ദൈവമായിട്ട് നല്ല ധാരണയിലെത്തിയിട്ടുണ്ട്, ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കണത്, നല്ല പ്രാർത്ഥനാ ജീവിതമുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ എപ്പോഴായാലും ദൈവം എന്നെ സഹായിച്ചോളൂ. അതുകൊണ്ടാണ് ചില ആൾക്കാർ ഉടമ്പടിയിൽ ഇങ്ങനെ അറച്ചു നിൽക്കുന്നതിൻ്റെ കാരണം. പിന്നെ പ്രത്യേകിച്ച് എന്താ ഉടമ്പടിയിലുള്ളതെന്നുള്ളതാണ് ചിലർ ചോദിക്കുന്നത്. പക്ഷേ ജോലി കാര്യങ്ങളാണ്. പുള്ളി ഒരു ഇലക്ട്രോണിക്സ് എൻജിനീയറാണ്. പക്ഷേ ജോലി കണ്ട അത്രയ്ക്ക് നാട്ടിലെ ജോലി അങ്ങനെ ഒക്കണില്ല. ആ പുള്ളിക്ക് തോന്നി ശരി എന്നാൽ UAE പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം UAE പോയി. അവിടെ 6 മാസം ഓരോരോ കമ്പനികളിലെ ജോലി അന്വേഷിച്ചും അതിൻ്റെ റെസ്യൂം കൊടുത്തും ഇൻ്റർവ്യൂവിന് പോയും. അപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമുക്ക് 1-2 ഇൻ്റർവ്യൂ കഴിയുമ്പോൾ അങ്ങനെ കുറേ അപ്പോൾ ആൾക്കാർ പിന്നെ പറയും സാരമില്ല 6 മാസമൊക്കെ ഇൻ്റർവ്യൂവിന് പോകേണ്ടി വരും, ഒരു 10-50 കമ്പനി പോയാലേ നമുക്ക് ഒരു കമ്പനി ഒക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആശ്വസിപ്പിച്ചൊക്കെ നിൽക്കും. പക്ഷെ ഒരു ടൈം കഴിയുമ്പോൾ നമ്മുടെ കൈ വിട്ടു പോകും. എന്താണ്? നമ്മൾ തിരിച്ചറിയും നമ്മൾ ആർക്കും വേണ്ട, നമ്മുടെ ജീവിതം ഇങ്ങനെ നിന്ന് കുലച്ചു പോവുകയുള്ളൂ, നമ്മളീ പറഞ്ഞതൊക്കെ വെറുതെയാണ്, എനിക്ക് ജോലി കിട്ടാമെന്ന് എന്ത് ചെയ്യും, ജോലി കിട്ടിയാൽ പിന്നെ പെണ്ണ് കിട്ടത്തില്ല, പിന്നെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, പിന്നെ കുടുംബ ജീവിതമില്ല. അതൊന്നും പുള്ളി പെട്ടെന്ന് വിറച്ചു പോയി. ജീവിതത്തിൻ്റെ യഥാർത്ഥ മുഖം കണ്ടാൽ പെട്ടെന്ന് നമ്മൾ വിറക്കുമല്ല. പുള്ളി ഉടനെ തിരിച്ചു പോന്നിട്ട് നാട്ടിൻപുറത്ത് പോലെ ജോലി അന്വേഷിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നാട്ടിൻപുറത്ത് ജോലി അന്വേഷിക്കാനും പുള്ളിക്ക് കിട്ടണില്ല. അപ്പോഴങ്ങ് ആരോ പറഞ്ഞത്, അമ്മ പറഞ്ഞെടാ നീ പോയി ഒരു ഉടമ്പടി എടുക്കാൻ പറഞ്ഞ്. എബിൻ വന്ന് ഉടമ്പടി എടുത്ത്. ഇപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി പ്രത്യേകിച്ച് സാധാരണ നല്ല ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന ഒരാളിന് ഉടമ്പടി പ്രത്യേകിച്ചൊന്നുമില്ല, അത് തന്നെ ഫോളോ ചെയ്താൽ മതി. പക്ഷേ അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ പ്രത്യേകിച്ചുണ്ട്. അത് പക്ഷേ ഇവർക്ക് ഈ നാട്ടു ക്രിസ്ത്യാനിക്ക് നടക്കുന്നുമില്ല. അത് ഉടമ്പടി പ്രത്യേകിച്ച് സംഭവമുണ്ട്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേക അനുഗ്രഹമൊക്കെ വേണം. അത് നാട്ടു ക്രിസ്ത്യാനി ഇപ്പോൾ ഞാൻ നല്ലവണ്ണം കുടുംബ പ്രാർത്ഥനയുടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുടുംബ പ്രാർത്ഥന ഉണ്ട്, ഞങ്ങൾക്ക് കാരിക്കിസതുണ്ട്, എനിക്ക് കാരിക്കിസ് റാങ്ക് കിട്ടിയ ആളാണ്, ഞങ്ങളുടെ കുടുംബത്തിലെ പാരമ്പര്യമായുള്ള നല്ല കത്തോലിക്കരാണ് എന്നൊക്കെ പറയുന്നവർക്ക് ഉടമ്പടിയുടെ ചില കാര്യങ്ങൾ ചെയ്യാൻ ഈ ജന്മം പോരാതെ വരും. അതാണ് വിഷയം. നമ്മൾ അറിയത്തില്ല സംഭവം. അതായത് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം 5 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുകയാണ്. ഒരു ശരാശരി കത്തോലിക്കൻ ചെയ്യണത് 5 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ വളരെ. പക്ഷേ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിൽ ഒറ്റ ചോദ്യത്തിന് 20 മാർക്കിൻ്റെ 40 മാർക്കിൻ്റെയും ചോദ്യം കിടപ്പുണ്ട്. അത് എഴുതാൻ പറ്റത്തില്ല. അത് എഴുതണമെങ്കിലേ അപ്പം മാത്രമേ നമ്മുടെ കള്ളനും വെള്ളി നീ കറക്റ്റ് ആളാണ് കർത്താവിൻ്റെ അല്ലേന്ന് അറിയത്തുള്ളൂ. ആൾക്കാർ എഴുതുന്നതൊക്കെ ചോദ്യം 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ചോദ്യമൊക്കെ ചുമ്മാ കണ്ണും പൊട്ടി കറക്കി കുത്തി എഴുതിക്കും. പക്ഷേ അതിൻ്റെ അപ്പുറത്തുള്ളൊരു 40 മാർക്കിൻ്റെ ചോദ്യമുണ്ട്, അത് എഴുതാൻ പാടാണത്. അത് എഴുതുന്ന ആൾക്കാരാണ് ഈ ഉടമ്പടിയുടെ അനുഗ്രഹം ചോദിച്ചുകൊണ്ട് പോകണം. അത് ഇവിടുന്ന് ഓടിക്കളയുന്ന ആൾക്കാർ കിട്ടിയെന്ന് പറഞ്ഞ് ഉടനെ എന്താണ് അവർക്കറിയാം. അവരോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇന്ന കളത്തിൽ